അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിം ലെജൻഡ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിം തന്നെയാണ്, മറ്റേ ഡ്രൈവ് സോൺ ഓൺലൈൻ. അത് നമ്മൾ ഒരു തവണ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ കുറച്ച് ചലഞ്ചസാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ ലാഗ് ഉണ്ടാകുന്നറിയില്ല. കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, പുതിയ മാപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അപ്ഡേറ്റിൻ്റെ വീഡിയോ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇന്ന് കുറച്ച് നമ്മൾ ചലഞ്ചസ് ചെയ്യണതാണ് ഈ ഗെയിമിലെ. നമ്മളിപ്പോൾ ദേ ഇങ്ങനെ നമുക്ക് റേസ് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ഏത് മാപ്പിലായാലും റേസ് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ സ്മൂത്തായിട്ട് വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ പോലെ നമുക്കിത് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഡ്രിഫ്റ്റ് മോഡ്, ഇതവിടെയാണ് ഡ്രിഫ്റ്റ് മോഡ്. നമുക്ക് അവിടെ എത്തിയിട്ട് ഓണാക്കാം. ഡ്രിഫ്റ്റ് മോഡ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇങ്ങനെ തെന്നിപ്പോവുമല്ലോ. അപ്പോൾ തെന്നി പോകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യാണ്ട് നേരെ ആ അറ്റം വരെ പോകണം. നമ്മൾ തുടങ്ങിയതല്ല, അതിൻ്റെ അറ്റം വരെ. ഈ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വണ്ടിയുടെ സൗണ്ട് ഞാൻ ഷോർട്സിൽ കേൾപ്പിക്കാം. നല്ല സൗണ്ടാണ് ഇതിന്. പിന്നെ എനിക്ക് മറ്റേ അന്നത്തെ വണ്ടിയുടെ സൗണ്ട് ഞാൻ ചെറുതായിട്ട് കേൾപ്പിച്ചായിരുന്നു തോന്നുന്നു. അപ്പം നമുക്ക് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. നമ്മൾ ഡ്രിഫ്റ്റ് മോഡ് ഓണാക്കി വണ്ടി നമുക്ക് കുറച്ചൊന്ന് തിരിച്ചു നോക്കാൻ. കണ്ടോ, വണ്ടി നിൽക്കണില്ല. ഒരു വിധത്തിൽ പോയി ശരി. നമുക്ക് ഇനി ആയൊന്നുമില്ല ചെയ്യണം. നമ്മൾ തിരിച്ചവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളത് തിരിച്ചവിടെ എത്തിയിട്ടുണ്ട്. ഈ ഗ്രീൻ ഇതിൻ്റെ ഇതിൽ കയറിയാലും ഔട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു ചലഞ്ച് കൂടി ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അത് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ നമുക്കത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോഴേ കയ്യിൽ നിന്ന് ഇച്ചിരി പോകുന്നുണ്ട്. കണ്ടോ, വണ്ടി ചെരിഞ്ഞിരിക്കും പോകണണ്ട. അയ്യോടാ, അവൻ ചമ്മിപ്പോയിട്ടോ. നമ്മൾ പാസീവ് മോഡ് എന്ന് പറഞ്ഞൊരു അത് ഓണാക്കി ഇട്ടേക്കായിരുന്നു. നമുക്ക് കുറച്ച് വണ്ടി കയ്യിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നമുക്കിങ്ങനെ പയ്യെ ചിരിച്ച് പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ച് പോവാം. അല്ലെങ്കിൽ വണ്ടി ഒന്ന് വെച്ചാൽ നമ്മൾ കട്ടിക്ക് ഡ്രിഫ്റ്റ് മോഡ് ഓഫായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ കട്ടിക്ക് തിരിക്കായിരുന്നു വണ്ടി. ഇതിപ്പോൾ ഓണായതുകൊണ്ട് നമുക്ക് വണ്ടി ഒരു കൺട്രോൾ കിട്ടില്ല. കറക്റ്റ് നമ്മൾ ലൈൻ കിടന്നപ്പോഴാണ് വണ്ടി അതായത്. ഞാൻ കാണിച്ചില്ല. ഇനി അടുത്തത് നമ്മൾ നേരെ പോകുന്നത്, നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണിത്. നമുക്കതുകൊണ്ട് വലിയ ഇതിൽ നമ്മളൊരു നല്ല സ്പീഡിൽ വന്നിട്ട് ഇതിലേ കയറിയിട്ട് ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയിട്ട് ഇതിലേ പോകണം. അപ്പോൾ നമുക്ക് അത് സ്പീഡിൽ വരുവാണെങ്കിൽ കുറച്ച് പാടാത്. നമുക്കത് എവിടെ നിന്ന് തുടങ്ങണം? അവിടെ നിന്ന് തുടങ്ങാം. ഇത് ഓട്ടോമാറ്റിക്കാണ്. നമുക്കിതിലൊന്ന് കയറി അവിടെ വരെ പോയിട്ട് വരാം. അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഗെയിമിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക. അത് അപ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ട്രേഡൊന്നും ചെയ്യണില്ല, കാരണം നമുക്ക് പിന്നെ സമയം കളയാൻ പറ്റില്ല. സ്പീഡ് ഇച്ചിരി കുറഞ്ഞു പോയി ഗൈസ്. ഇതിൽ സ്പീഡ് ഉദ്ദേശിച്ചിരുന്നു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈ ചലഞ്ച് ഇച്ചിരി പാടാന്ന്. അത്രയ്ക്ക് പാടുന്നില്ല. ഞാൻ 2-3 തവണ ചെയ്തിട്ടുണ്ടല്ലോ ഇത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. ഇപ്പോൾ എന്താണെന്നറിയില്ല, സാധാരണ വരാത്ത ഒരു ചെറിയൊരു ലാഗ് വരുന്നു. അപ്പോൾ നമ്മൾ സൗണ്ട് നമുക്കല്ലെങ്കിൽ കുറച്ചും കൂടി പുറകിൽ പോയിട്ട്
സൗണ്ട് സീനാണ് ഗൈസ്, സൗണ്ട് കാലാണ്. ഇതിപ്പോൾ ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, മുകളിൽ വന്നേക്കണം നിങ്ങൾക്ക് കാണാം. അതിപ്പോൾ ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സമയം കിട്ടില്ല. അടുത്തത് നമ്മൾ പോണ റേസ് ട്രാക്കിൽ നിന്നുള്ള മാപ്പിലല്ല, അടുത്തത് സിറ്റിയുടെ മാപ്പിലാണ്. ഇവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ഇവിടെ നിന്ന് ശരി നിർത്തിയിട്ടിട്ട് തുടങ്ങാം. ഇത് ബേൺ ഔട്ട് എടുത്ത് കാണിച്ചട്ടെ. ബേൺ ഔട്ട് എന്ന് വെച്ചാൽ ഇന്നിങ്ങനെ ഉണ്ടോ ഇതുപോലെ സെറ്റല്ലേ. ഊഫ്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 ഗോ. അപ്പോൾ നമ്മൾ 150, ഇപ്പോൾ 170 അല്ല 189 ആയി. 200 എത്തി. 300 ഹിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഈ വണ്ടീനൊക്കെ ഓവർടേക്കതാ. ഈ ചെറിയ ലാഗ് വരണ്ട് ഗൈസ്. ഞാൻ ഈ ലാഗ് ഒന്ന് ശരിയാക്കിയിട്ട് വരാം. നമ്മുടെ ലാഗ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മൾ, പക്ഷെ ആരും വരണ്ട, എന്താണെന്നറിയില്ല. അത് ആ ലാഗ് ഇത് കളയുന്നു നമ്മുടെ. നമുക്കിനി ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. ഇതിനെന്തായാലും എടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ കുറേ സ്പീഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കൺട്രോൾ കിട്ടൂല. അപ്പോൾ ലാഗ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓ, സൈഡിൽ മുട്ടിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. സൈഡിൽ മുട്ടി നമ്മളിങ്ങനെ സൈഡിൽ ഉരച്ചിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ കൊണ്ടത് കണ്ടോ. ഇത് കണ്ടോ, ആദ്യം നമ്മൾ ഡ്രിഫ്റ്റ് മോഡ് ഓണാക്കി ഇട്ടുകൊണ്ട് നമുക്ക് ട്രാക്ഷൻ കിട്ടില്ലായിരുന്നു. ഇതുണ്ടോ, അയ്യോ ഇതും പോയി. ഇത് ഇങ്ങനെ കാണിക്കാം നമുക്ക്. വണ്ടി ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും. മറ്റേത് ഇത് ഡ്രിഫ്റ്റ് മോഡ് ഓണാക്കിയതേ കണ്ടോ, വണ്ടി ഇങ്ങനെ തെങ്ങിപ്പോൾ. നമ്മൾ അടുത്ത ചലഞ്ച് നമ്മൾ സിറ്റിയിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സിറ്റി മാപ്പിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചലഞ്ചസ് ഇതൊക്കെയാണ്. ഇനി നമ്മുടെ അടുത്ത ചലഞ്ച് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളത് ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ, അത് ഞാൻ നേരത്തെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് വീഡിയോയിൽ ഇട്ടിട്ടില്ല. ആ ബിൽഡിങ്ങിൽ കയറണം. ഈ വണ്ടി വെച്ച് കയറാൻ അത്യാവശ്യം എളുപ്പമാണ്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്ന മറ്റേ വണ്ടിയിലായിരുന്നു, ആ വണ്ടിയും വെച്ച് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ ഇല്ലായിരുന്നു. ഈ വണ്ടി വെച്ച് ഞാൻ കയറിയിട്ടില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്യണം. വിളിച്ച് ബേണൗട്ട്, ഇതാണ് ബേണൗട്ട്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് കഷ്ടപ്പാടാണിത്. അല്ല, ഇത് മറ്റേ നമ്മൾ ആദ്യം ചെയ്ത 2 ചലഞ്ച് അത്രയ്ക്ക് കഷ്ടപ്പാടല്ലായിരുന്നു. ഫസ്റ്റത്തെ ഡ്രിഫ്റ്റ് മോഡ് ഓണാക്കിയിട്ട് ചെയ്യുന്നത് അത് ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മറ്റേ വണ്ടിയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇത് ഞാൻ ശരിക്കും പണിതുണ്ട്. ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ സസ്പെൻഷനിലല്ലേ കിടക്കുന്നത്. ഇതുണ്ടോ, ഞാൻ ചെരിച്ചാ വെച്ചേക്കണത് ഡ്രിഫ്റ്റിങ്ങിന് വേണ്ടി. അല്ല എന്താ ഇങ്ങനെ ആക്കി വെച്ചില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഞാൻ ചെരിച്ച് വെച്ചിട്ടുണ്ടോ. എൻ്റെ മാക്സ് ആകുമ്പോൾ നന്നായിട്ടാവും അത്. നമ്മളിപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തോ ചലഞ്ച് മൊത്തം ഈ വണ്ടിയും വെച്ചാണ്. ഈ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കണം, സൂപ്പറ MK4 എന്ന് പറയും. ഇതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, സെറ്റാണല്ലോ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയ
ശരിയാവില്ല, നമുക്ക് അവിടെ നിന്ന് സ്പീഡ് കിട്ടൂല. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒരു 2.9. ഈ ഗെയിമിലത്തെ കേട്ടോ ഞാൻ പറഞ്ഞ് 2.9. എനിക്കൊരു 300 കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് 300 കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 299 എന്നും പറയാം. മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ലോപ്പിൽ വരുമ്പോൾ കറക്റ്റ് 300 കിട്ടും. അല്ലെങ്കിൽ ഒരു 297 അല്ലെങ്കിൽ 299 കിട്ടും. നമ്മളിപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ല സ്പീഡിൽ പോയേക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല അത്. നമ്മളിപ്പോൾ ഈ ഇടിച്ച് പോവാം. നമുക്കിപ്പോൾ സീനില്ല, ഇവിടെ നിന്ന് നമുക്ക് ജമ്പ് ചെയ്താൽ മതി. അയ്യോ, ജമ്പ് ചെയ്യണ സാധനം എന്ത് ചെയ്യേ? അയ്യോ, ഞാൻ ജമ്പ് ചെയ്യണ സാധനം കണ്ടില്ല. ബെസ്റ്റ്, ഞാൻ എന്ത് പൊട്ടനെ. നമുക്ക് അവിടെ നിന്ന് 200 കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ എത്തുമ്പോൾ കൺട്രോൾ പോവും. നമുക്ക് അങ്ങേറ്റത്ത് പോയാലോ, ടണലിൻ്റെ അടിയിൽ. വേണ്ട, ടണൽ ഇവിടെ തന്നെ പോവാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 150 സബ്സ്ക്രൈബേഴ്സായി. ഒരു 50 സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇതിൻ്റെ സൗണ്ട് ഇച്ചിരി കുറവാണ്. അതെങ്ങനെ ശരിയാക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ മറ്റേ മൈക്കിൻ്റെ വീഡിയോയിലിടുമ്പോൾ സൗണ്ട്. ഇതെന്താ ഡ്രിഫ്റ്റ് ചെയ്യണേ? അയ്യോ, ഒട്ടും സ്പീഡില്ല അത്. സിമ്പിൾ പൊളിച്ചു. ഇനി കുറച്ചും കൂടി പോവാം, അതാണ് നല്ലത്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇവിടേക്ക് കയറണം, എന്നിട്ട് വേണം ജമ്പ് ചെയ്യാൻ. അയ്യോ, അവിടെ ഇടിച്ചോണ്ടാ. നമുക്കിനി ചെയ്യണം. നമ്മുടെ ഈ ചലഞ്ച് ഈ 3 ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ ചെറിയ വീഡിയോ ആണ്, എന്നാലും അത്യാവശ്യം പാടാണ് ഗൈസ്, അത്യാവശ്യം പാടാ. അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ ഏറ്റവും പാട്. നോക്കപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് കാണാം. നമ്മളിത് പിന്നെയും നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അയ്യോ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് 200 കിലോമീറ്ററിലാണ് പോകുന്നത്. കഴിഞ്ഞോടെ നമ്മൾ 190 എത്രയും കണ്ടായിരുന്നു. നമ്മൾ കയറി അങ്ങ് അറ്റത്തേക്ക് പോവാം. ഇതെന്ത് വലിയ ബിൽഡിങ്ങല്ലേ. എനിക്ക് നേരത്തെ ഇതൊന്നും എന്നുവെച്ചാൽ ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അതെ, ഇപ്പോഴല്ല, ഞാൻ കളി തുടങ്ങിയ സമയത്തൊക്കെ. ഇത് കിട്ടൂല. ഓ ഷേ, കറക്റ്റ് ബഗ്ഗായി പോയിട്ടോ. നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി സക്സസ്ഫുള്ളി. പക്ഷെ നമുക്കിനി ഇറങ്ങാൻ പറ്റില്ല ഗൈസ്. നമ്മൾ സക്സസ്ഫുള്ളി ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി, ആ ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ വീഡിയോ കഴിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ലെവൽ 51 ആയി. ഞാനിങ്ങനെ ലെവല് നോക്കാറില്ല ഗൈസ് ഈ ഗെയിമിൽ. നമ്മൾ മറ്റേ ബ്ലോക്ക് ഷൂട്ട്സിലൊക്കെ ലെവൽ നോക്കാറുണ്ട്.
ഇതിൽ ഞാൻ ട്രേഡ് ചെയ്ത് നല്ല കാർസ് എടുക്കാനാണ് നോക്കാറ് എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 10 ലൈക്സ് കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ഈ വണ്ടി ഉണ്ടോ, ഈ വണ്ടി ഈ സൈഡിൽ കിടക്കുന്നത് ഈ ഗോൾഡൻ കളറ്, അയ്യോ ആ പുള്ളി തന്നെ കാണിക്കുന്നത്, ഈ ഗോൾഡൻ കളറ് ആ വണ്ടി പുതിയ അപ്ഡേറ്റ് വന്നിട്ട് കയറ്റിയതാണ് പുതിയതായിട്ട്. പിന്നെ ഈ വണ്ടി അന്നേരം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാനന്ന് ഉണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു. അതായിരുന്നു നമുക്കുണ്ടായിരുന്ന വണ്ടി അന്നുണ്ടായിരുന്ന. ഇതൊക്കെ ഉണ്ടായിരുന്നു വണ്ടി. വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, മറ്റേ ജീപ്പ് പുതിയതായിട്ട്. ആ ജീപ്പ് എനിക്കിപ്പോൾ ഇല്ല, അത് ഞാൻ എടുത്തില്ലായിരുന്നു അത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.